ഹിന്ദുവിരുദ്ധ കലാപത്തിന്റെ അന്വേഷണം അട്ടിമറിച്ച് ബംഗ്ലാദേശ് അന്വേഷണ ഏജൻസികൾ. ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടന്നത് രാഷ്ട്രീയ പ്രേരിത അതിക്രമമെന്ന് പോലീസ് റിപ്പോർട്ട്. ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉണ്ടായത് വംശീയ അതിക്രമമാണെന്ന് ഇടക്കാല സർക്കാരിന്റെ നേതാവ് മുഹമ്മദ് യൂനുസ് നേരത്തെ പ്രതികരിച്ചിരുന്നു. ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരെയുണ്ടായ പ്രതിഷേധത്തിന്റെ മറവിൽ നടന്ന അതിക്രൂരമായ ഹിന്ദുവിരുദ്ധ കലാപത്തിന്റെ അന്വേഷണം അട്ടിമറിക്കുകയാണ് ബംഗ്ലാദേശിലെ പോലീസും സുരക്ഷാ ഏജൻസികളും. ഹിന്ദു, പാഴ്സി, ക്രിസ്ത്യൻ ഉൾപ്പെടെ ന്യൂനപക്ഷങ്ങളെ തിരഞ്ഞുപിടിച്ചാക്രമിച്ച് ആരാധനാലയങ്ങൾ തകർത്ത സംഭവങ്ങൾ പോലും രാഷ്ട്രീയ പ്രേരിത അതിക്രമമെന്ന രീതിയിലാണ് പോലീസ് റിപ്പോർട്ട് നൽകിയത്. കലാപം ആളിക്കത്തിയ ഓഗസ്റ്റ് മാസത്തിൽ രജിസ്റ്റർ ചെയ്ത 1415 കേസുകളിൽ 98.4% രാഷ്ട്രീയ പ്രേരിതമാണെന്നും വംശീയ അതിക്രമങ്ങൾ നടന്നിട്ടില്ലെന്നുമാണ് അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ട്. എന്നാൽ അധികാരത്തിലേറുമ്പോൾ ഇടക്കാല സർക്കാരിന്റെ നേതാവ് മുഹമ്മദ് യൂനുസ് തന്നെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടന്ന വംശീയ അതിക്രമം വേദനിപ്പിക്കുന്നതാണെന്നും അത് അവസാനിപ്പിക്കണമെന്നും പ്രതികരിച്ചിരുന്നു. സർക്കാരിന്റെ തൊഴിൽ സംവരണത്തിനെതിരെ വിദ്യാർത്ഥികൾ ആരംഭിച്ച പ്രതിഷേധമാണ് പിന്നീട് ജമാഅത്തെ ഇസ്ലാമിയും അതിന്റെ വിദ്യാർത്ഥി സംഘടനയായ ഇസ്ലാമി ഛാത്ര ശിബിരം ഏറ്റെടുത്ത് ബംഗ്ലാദേശിൽ 100 കണക്കിന് ആളുകളെ കൊലപ്പെടുത്തിയ കലാപമായി മാറിയത്. ജനം, ഡൽഹി.